നമസ്കാരം, അമൃതാണ്. പ്രാവിൻകൂട് ഷാപ്പ് കണ്ട് ഈ സിനിമയ്ക്ക് ഒരു മാജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. കൊലപാതകം നടന്ന് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ചില കഥാപാത്രങ്ങളുടെ മാനറിസം ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടും, ഇയാളായിരിക്കും മർഡർ എന്നുള്ളത്. പക്ഷെ ആ മർഡറർ ആരെന്നുള്ളത് അൺവെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ജേണി ഉണ്ട്. ആ ജേണിയാണ് ഈ സിനിമ. അത് നല്ല വെൽ എക്സിക്യൂട്ടഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അവസാനം വരെ ഒരു മിസ്റ്ററി പോലെ മറ്റാരെങ്കിലും ആണോ, അല്ലെങ്കിൽ ആ ഒരു ദുരൂഹത തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തി പോവുകയും എന്നാൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് ആളിനെ മനസ്സിലായാൽ പോലും വീണ്ടും നമ്മളായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു മാജിക്കൽ ട്രീറ്റ്മെന്റ്. ഒരു തിരക്കഥയിൽ ഒരു മാജിക്കാണ്, അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്. പക്ഷെ അതൊക്കെ ബേസിൽ ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ ആ കോമഡിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ രസമായിരുന്നു. പിന്നെ സൗബിന്റെ കഥാപാത്രമായിരുന്നല്ലോ, അദ്ദേഹം സൂപ്പറായിട്ട് ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ത്രില്ലർ ജോണർ ആണെങ്കിൽ പോലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ചാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സിനിമ പേഴ്സണലി നന്നായിട്ട് വർക്കായി. കാരണം എന്നിലെ പ്രേക്ഷകൻ ഒരു ജിക്സോ പസിൽ പോലെ ഇട്ട് തന്നിട്ട് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ച് ത്രൂ ഔട്ട് ആ മൂവിക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഇരുത്താൻ കഴിയുന്നു. അതിനിടയിൽ നമുക്ക് മൊബൈൽ എടുക്കാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കാനോ പറ്റുന്നില്ലെങ്കിൽ സിനിമ 100% വർക്കായെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സിനിമ ശബ്ദ വിസ്മയമായിരുന്നു. അത് ആ ഒരു നാച്ചുറൽ സൗണ്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇവർ കറക്റ്റിന് സിങ് സൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും, അല്ലാതെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കയറ്റിയതായിട്ടുള്ള ഒന്നും തോന്നിയില്ല. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, ഗംഭീരമാണ്. അതിപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഓരോരോ ആസ്പെക്റ്റിലും ഇതിനകത്ത് ഫൈറ്റ്സ് ഉണ്ട്, ചേസ് സീക്വൻസുകളുണ്ട്, അതിനകത്തുള്ള സൗണ്ട് എഫക്ട്സ് ആയിരുന്നാലും അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും അത് 2-3 പാട്ടുകളും ഉണ്ട്. എല്ലാം നല്ല രസമായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ചൊരു മാജിക്കൽ രീതിയിൽ ഒരു പസിൽ പോലെയാണ് ഇതിനകത്തൊരു ക്രൈം എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പൊ ആ ഒരു ജിക്സോ പസിൽ സോൾവ് ചെയ്യാനായിട്ടാണ് ഇതിനകത്ത് പോലീസ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ബേസിൽ ജോസഫ്, അദ്ദേഹത്തിലൂടെയാണ് ഈ സിനിമ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പൊ ആ ബേസിൽ ചെയ്ത കഥാപാത്രം ആ ഒരു പസിൽ സോൾവ് ചെയ്യുന്നതായിരുന്നാലും അതിനകത്ത് സംഭവിച്ച ഒരു കൺകെട്ടായിരുന്നാലും നമുക്കത് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊരു മാജിക്കൽ എഫക്റ്റ് പോലെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്കത് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ 100% വർക്കായി. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന സാധനത്തിന് ടെക്നിക്കലി എൻഹാൻസ് ചെയ്തുകൊണ്ട് ഒരു ഗംഭീര സിനിമയാക്കി മാറ്റുന്നത് അത് മലയാളം ടെക്നീഷ്യൻസിൻ്റെ മാത്രം ഒരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന് IMDbയിൽ ഫുൾ മാർക്സ് 10 out of 10 റേറ്റ് ചെയ്യണം. IMDbയിലായിരുന്നാലും മൂവി ബുക്കിങ്ങിലായിരുന്നാലും 10 out of 10 റേറ്റ് ചെയ്യണം. ഒരു ഗംഭീര തിയേറ്റർ വാച്ചാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.